വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്നൊരു ഞണ്ട് കറി അല്ലെങ്കിൽ ക്രാബ് ഫ്രൈഡ് ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് എല്ലാവർക്കും അറിയാം, വളരെ ടേസ്റ്റിയാണ്, അതേപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി നമ്മൾ 1 കിലോ ക്രാബാണ് എടുത്തിട്ടുള്ളത്. ഈ ക്രാബ് എന്ന് പറയുമ്പോഴേ അറിയാം വളരെ ഹെൽത്തിയാണ്. കാരണം ഇതിൽ ഫോസ്ഫറസിൻ്റെ കണ്ടൻറ്റ് കൂടുതലായതുകൊണ്ട് ടീത്തും ബോൺസൊക്കെ വളരെ സ്ട്രോങ് ആക്കി വെക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മെയിനായി ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമുക്ക് സബോള, തക്കാളി, കറി ലീവ്സ്, മല്ലിയില, ഗ്രീൻ ചില്ലി, ജിഞ്ചർ, ഗാർലിക്ക്, പിന്നെ നമ്മുടെ മെയിൻ സംഭവം നമുക്ക് ക്രാബും ആവശ്യമാണ്. ചട്ടി ചൂടായി വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം. നമ്മളിവിടെ ഒരു 3 സബോളയാണ് എടുത്തുള്ളത്. അപ്പോൾ ആ സബോള വരട്ടാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കണം. ഈ സീ ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ മണ്ണിൻ്റെ പാത്രത്തിൽ വെച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുമെന്നാണ് പണ്ടുള്ളവരൊക്കെ പറയുക. അപ്പോൾ ഇത് വെക്കണവർ മണ്ണിൻ്റെ പാത്രം എടുത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ച 3 സബോള വെച്ചിട്ടുണ്ടായിരുന്നു. ആ സബോള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ഈ സബോള ഒന്ന് ബ്രൗണിഷ് കളർ ആവുമ്പോൾ നമ്മൾ ഒരു തക്കാളിയാണ് ഇതിലേക്ക് എടുക്കണത്. ഈ തക്കാളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും ഇതിലേക്ക് വേണ്ട അടുത്ത മസാല ഉണ്ടാക്കാം. അതിനായിട്ട് നമ്മളൊരു ജാറിക്ക് ഒരു 4 ചുവന്നുള്ളി, ജിഞ്ചർ, പിന്നെ ഒരു 4-5 ഗാർലിക്ക് ഇട്ടു. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് ഒരു ഇലയാണ്, മസാല ലീഫാണ്. പിന്നെ പട്ട, ഒരു 2 പട്ട ആഡ് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ജീരകം, കുരുമുളക്, ഗ്രാമ്പു, അങ്ങനത്തെ മസാല ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് നമ്മൾ ഞണ്ടിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് നന്നായി വേവിക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഈ മസാല റെഡിയായി വരുമ്പോഴേക്കും അത് വെന്ത് കിട്ടും. നമ്മുടെ ഗ്രേവിക്ക് ഒരു 4 മീഡിയം സൈസ് പച്ചമുളക് ഇട്ട് കൊടുത്തു. ഈ പച്ചമുളക് ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമ്മളൊരു അരമുറി നാളികേരം ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട്, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. നന്നായി ഒന്ന് കറക്കി കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് വേപ്പിൻ്റെ ഇല, മല്ലിയില, അങ്ങനത്തെ സംഭവങ്ങൾ ഇട്ടതിന് ശേഷം ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ച മസാലയില്ലേ, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഏകദേശം റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് നമ്മളൊരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു. അതേപോലെ തന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇത് നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഒന്ന് ചൂടായി വരണ സമയത്ത് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഓൾറെഡി ഇതിൽ തക്കാളി ഇട്ടുണ്ട്, അത് കാരണം കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഗ്രേവി ഏകദേശം റെഡിയായി. ഇനി നമ്മൾ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഇത് നന്നായി തിളപ്പിക്കാൻ വെക്കണം. ഈ ടൈമിൽ നമ്മൾ നേരത്തെ ക്രാബ് വെച്ചിട്ടുണ്ടായിരുന്നു, ആ ക്രാബ് ഓരോ പീസാക്കി എടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി 2 പട്ടയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞാൽ നമ്മുടെ
മസാലപ്പൊടി, ഗരം മസാല, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ നേരത്തെ ശരിയാക്കി വെച്ച ക്രാബൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് ഇട്ടതിന് ശേഷം നന്നായി ഉടച്ചു കൊടുക്കണം, എന്നാലാണ് ക്രാബിൻ്റെ ഉള്ളിലേക്ക് മസാല ഫില്ലാവുള്ളൂ. നമ്മുടെ ക്രാബ് റോസ്റ്റ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് എല്ലാം കൂടി ഒന്ന് ഫൈനലി മിക്സ് ചെയ്തിട്ട് ആവി പോവാത്ത രീതിയിൽ ഒരു സ്റ്റീലിൻ്റെ പാത്രം വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെക്കണം. ഫൈനലി നമ്മുടെ ക്രാബ് റോസ്റ്റ് അടിപൊളിയായി. തുറന്നപ്പോൾ നല്ല സ്മെല്ലൊക്കെ വന്നു. സംഭവം അടിപൊളിയായിരുന്നു. നല്ല റിസൾട്ടായിരുന്നു കിട്ടിയത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ചീസ് ഇടാൻ മറന്നു ഇതിൻ്റെ ഉള്ളിൽ. നമ്മൾ ലാസ്റ്റ് ചീസ് മുകളിലിട്ടു. കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞാൽ മെൽറ്റായി പോയിക്കോളും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും.